തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, സഭയിൽ ഒരുപാട് നോമ്പ് കാലങ്ങളുണ്ട്. ക്രിസ്മസിന് മുമ്പ് 25 ദിവസത്തെ നോമ്പ്, ഈസ്റ്ററിന് മുമ്പ് 50 ദിവസത്തെ നോമ്പ്, 8 നോമ്പ്, 15 നോമ്പ്, നിനിവേ നോമ്പ് 3 ദിവസത്തെ ജനുവരി മാസം വരും. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും മാംസവർജനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഇത്രയും വർജനങ്ങൾ, ഇത്രയും ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ്? എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ പള്ളിയിലെ കുട്ടികളോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ഡയലോഗുണ്ട്. അത് മാത്രമേ ഇന്ന് പറയാനുള്ളൂ. എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ അത് കാണാപ്പാടെ അറിയാം. അവർ വീട്ടിൽ പോയി പേരൻസിനോട് ചോദിക്കുന്നത് ഈ ഡയലോഗാണ്. നോമ്പിനെക്കുറിച്ചാണ് ഈ ഡയലോഗ്. ഒരു കഷ്ണം ചിക്കൻ വറുത്തതിനോട്, ഒരു മീൻ വറുത്തതിനോട്, ഒരു മുട്ട പുഴുങ്ങിയതിനോട് ഒക്കെ വേണ്ട എന്ന് പറയാൻ, എനിക്കിപ്പോൾ ഇത് വേണ്ട, നോ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ മക്കളെ അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ എങ്ങനെ ശരീരത്തിൻ്റെ മോഹങ്ങളോട്, പാപവാസനകളോട്, ദുരാഗ്രഹങ്ങളോടൊക്കെ നമ്മൾ വേണ്ട എന്ന് പറയും? ഒരു കഷ്ണം മീൻ വറുത്തത് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്തവൻ എങ്ങനെ പാപം വേണ്ടെന്ന് വെക്കും? പ്രിയമുള്ളവരെ, നോമ്പെടുക്കണം. നമ്മൾ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ച് പഠിക്കണം, വേണ്ടെന്ന് വെച്ച് പഠിപ്പിക്കണം, നോ പറഞ്ഞ് പഠിക്കണം. ആമേൻ. നുറുങ്ങുവെട്ടം.